ഹായ് ഏട്ടാ, സുഖായിരിക്കുന്നോ? ആ എനിക്ക് സുഖമാണ്. നിനക്ക് സുഖമാണോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഏട്ടാ, ഇവിടെ ഭയങ്കര വെയില് കൂടുതലാ. അവിടെ എങ്ങനെയുണ്ട്? എന്താ പറയാ, ഇവിടെ നല്ല വെയിലാ. ഉം, എനിക്ക് ഹോട്ടലിൽ റൂം തന്നിട്ടുണ്ട്. എന്റെ ഓഫീസ് മീറ്റിംഗ് ഒക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പുറത്തെവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിലേ എന്റെ കാര്യം പോക്ക. അതെയോ? പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സൂക്ഷിച്ചു പോയിട്ട് വരണേ, കേട്ടല്ലോ? ആ ശരി, ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. പിന്നെ അവിടെ ഫേമസ് ആയത് എന്താണെന്ന് വെച്ചാ അതെനിക്ക് വാങ്ങിച്ചോണ്ട് തരുമോ? അത് നീ പറയണോ? ഞാൻ വരുമ്പോ തീർച്ചയായും വാങ്ങിച്ചു തരാം. എന്താ പോരെ? ശരി, നിങ്ങൾ ടയർഡായിരിക്കും, റെസ്റ്റ് എടുക്കാൻ നോക്ക്. നമുക്ക് രാവിലെ സംസാരിക്കാം. ആ ശരി. ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ്. ആരാ നീ? നിന്റെ ഭർത്താവ്. ഹേയ്, എന്തൊക്കെയായി പറയുന്നേ? നീ ആരാന്ന് പറ. അല്ല, നീ എങ്ങനെയാ അകത്ത് കയറിയത്? ഇനി നിന്റെ വായനൊരു വാക്ക് വന്നാ പോലും നിന്നെ കൊന്നു കുഴിച്ചു മുടിഞ്ഞാണ്. ഡേ എഴുന്നേക്കടേ, നിന്റെ വീട്ടിലെ സ്വർണം കാശി എല്ലാം കൂടെ തന്നെ കൈതാ. നോക്ക്, ഞങ്ങളുടെ വീട്ടില് കാശും സ്വർണ്ണം ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? നീ എന്താ അഭിനയിക്കുകയാണോ? ഇത്രയും വലിയ വീട്ടില് സ്വർണവും കാശില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? വെറുതെ നുണ പറയില്ലേ, പെട്ടെന്ന് എടുക്ക. സത്യമായിട്ട് ഒന്നുമില്ല. അതെ, ഞാനൊരു നല്ല കള്ളനാ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ എന്നെ ടെൻഷനാക്കിയാലുണ്ടല്ലോ, എന്താ നടക്കാന്ന് പോലും അറിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് സ്വർണ്ണം കാശൊക്കെ എടുത്തോണ്ട് വാ. അയ്യോ, ഞാൻ പറയുന്ന കേക്ക്, സത്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഓഹോ, എന്നോട് തന്നെ അഭിനയാണല്ലേ? നിന്നെ പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേരെ എൻ്റെ കത്തി ഒരു വഴിയാക്കിയിട്ടുണ്ട്. അവരൊക്കെ മോളിലുണ്ട്. നീയും അവരെ പോലെ ഒന്നിനൊന്നും ഡ്രാമ കളിച്ചാലുണ്ടല്ലോ, എൻ്റെ കത്തി നിന്നെയും വെറുതെ വിടില്ല. ആദ്യം നീ സ്വർണ്ണം എടുക്കുന്നോ, അല്ലെങ്കിൽ എൻ്റെ കത്തി പുറത്തെടുക്കണോ? അതിനകത്തൊന്നുമില്ല, പറയുന്ന കേക്ക്. നീ മിണ്ടി പോകരുത്, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തുമാത്രം സ്വർണ്ണങ്ങളാ. ബാക്കി സ്വർണ്ണങ്ങളൊക്കെ എവിടെയാ ഉള്ളത്? എവിടെയാ ഒളിച്ചിരിക്കുന്നത്? അതില് വേറെ ഒന്നുമില്ല. നിക്ക്, ഞാൻ തന്നെ നോക്കിക്കോളാം. എത്രയും കാശ എൻ്റെ അമ്മോ.
ഇത്രയും സ്വർണവും കാശും വീട്ടു വെച്ചോണ്ട് ഒന്നുമില്ലെന്ന് അഭിനയിക്കുവാണല്ലേ? ഒന്ന് തന്നാലുണ്ടല്ലോ. അതെ, ഇവിടെ നടന്ന കാര്യമുണ്ടല്ലോ, പുറത്ത് പോലീസിനോടോ നിന്റെ വീട്ടിലെ ആളുകളുടെ അടുത്തോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ കൊന്നു കളഞ്ഞേക്കും. അയ്യോ, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് പോയല്ലോ. ഏട്ടൻ ചോദിച്ചാ ഞാൻ ഇനി എന്താ പറയാ? മഹാപാപി ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. അയ്യോ ഭഗവാനെ, എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നെ? ഹേയ്, ഉണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്തോണ്ട് പോയില്ലേ? വീണ്ടും എന്തിനാ തിരിച്ചു വന്നേ? നല്ല വിശപ്പുണ്ട്, വീട്ടിൽ വല്ലതും കഴിക്കാണെങ്കിൽ എടുത്തതാ. കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഇന്നലെ വെച്ച മീൻകറി മാത്രമേ ഉള്ളൂ. ശരി, അതന്നെ മതി, പെട്ടെന്ന് എടുത്തു വയ്ക്കേ. അതെ, മേഡത്തെ എങ്ങോട്ടാ? ഞാൻ പുറത്ത് ഹാളിൽ പോയിരുന്നോളാം. ഓഹോ, അവിടെ ചെന്നിട്ട് മേഡത്തിന് അറിഞ്ഞ ആൾക്കാർക്കോ അല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് എന്നെ പെടുത്താൻ വേണ്ടി നോക്കുവാണല്ലേ? അനങ്ങി പോരുത്, ഞാൻ കഴിക്കുന്നവരെ ഇവിടെ തന്നെ നിന്നോളാം. ഏയ്, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കറിയിൽ എരിവ് കൂടുതലാ? എന്താ? എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മ വന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? ഈ മീൻകറി എന്റെ അമ്മ വയ്ക്കുന്ന പോലെ തന്നെയുണ്ട്. ശരി, ഭക്ഷണം കഴിക്കുമ്പോ കരയരുത്. സമാധാനായിട്ട് കഴിക്ക്. കഴിക്കുമ്പോ ഇങ്ങനെ കരഞ്ഞ നെറുകെ കേറും. കരയാതെ സമാധാനായിട്ട് കഴിക്കേ. എന്റെ അമ്മ. സമാധാനായിട്ട് പയ്യെ കഴിക്ക്, കേട്ടല്ലോ? എൻ്റെ വിശപ്പിന് ഭക്ഷണം തന്ന് നിങ്ങളുടെ വീട്ടിൽ ഞാനിങ്ങനെ മോഷ്ടിക്കാൻ കയറിയത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ചെയ്ത ഈ മീൻകൂട്ടാനില്ലേ, അത് കഴിച്ചത് കൊണ്ട് എനിക്കെൻ്റെ അമ്മയുടെ ഓർമ്മ വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വർണം പണം എല്ലാം നിങ്ങൾക്കെന്നെ തിരിച്ചു തന്നേക്കാം. വാങ്ങിച്ചോളൂ, ഞാൻ പോവാണ്. ഒന്ന് നിന്നേ. നീ എന്തിനിങ്ങനെ ഓരോ വീട്ടിലും കയറി മോഷ്ടിക്കുന്നെ? മാനം മര്യാദയ്ക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ? അത് കഷ്ടമാണെന്നേ. എനിക്ക് ഈ മോഷണമല്ലാതെ വേറൊന്നും അറിയില്ലെന്നേ. ഞാൻ പോവാണ്. ശരി.